തിരുവനന്തപുരം പാളയം കണ്ണിമാറ മാർക്കറ്റ് ഒഴിപ്പിക്കുന്നതിൽ ഒരു വിഭാഗം വ്യാപാരികളുടെ പ്രതിഷേധം. പഴങ്ങളും പച്ചക്കറികളും സുരക്ഷിതമായി മാറ്റാൻ അനുവദിക്കാതെ നഗരസഭ കുടിയൊഴിപ്പിക്കാൻ എത്തിയതെന്ന് വ്യാപാരികൾ. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഉദ്യോഗസ്ഥർ നടപടികൾ പൂർത്തിയാക്കിയത്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ജാഗ്രതയുമായി സോനേത്ത്. നമ്മൾ വികസനത്തിന് എതിർപ്പല്ല. ഞങ്ങൾക്ക് ഇത്തിരി താഴെത്താ 10-65 വയസ്സ് 60 വയസ്സുള്ളവർക്ക് താഴെത്താന്നല്ലേ പറഞ്ഞ. അപ്പൊ അവർ തരൂല. അവർക്കുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും താഴെയുണ്ട് കട. ഈ മാർക്കറ്റിൽ ഇല്ലാത്ത എല്ലാവർക്കും താഴെയുണ്ട് കട. ഞങ്ങൾക്ക് കുറച്ചു പേർക്ക്, ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊക്കെ 3ാമത്തെ നില. 12 മണിയോടെയാണ് ഉദ്യോഗസ്ഥർ പോലീസ് അകമ്പടിയോടെ കടയൊഴിപ്പിക്കാൻ കണ്ണിമാറ മാർക്കറ്റിലെത്തിയത്. ഇതറിഞ്ഞ് വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചു. പൂട്ട് തകർത്ത് നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോയതോടെ പ്രതിഷേധം കനത്തു. സാറേ, ഞാനത് തുറന്നെടുക്കുന്നതിന് എതിരുണ്ട്. കഴിക്കുന്ന സാധനമാണ്, മനുഷ്യന്മാരെ കഴിക്കുന്ന സാധനമാണ്. അത് ഈ തുപ്പിത്തോട്ടിന് തറയിൽ എനിക്ക് ഇടാൻ പറ്റത്തില്ല. അതിനുള്ള സംവിധാനം കോർപ്പറേഷൻ ആൾക്കാർ ചെയ്തിട്ട് അവരെടുത്തോണ്ട് പോട്ടെ. ഇന്നലെയും അവിടെ ഗുണ്ടകൾ കുറെ കടകൾ വളഞ്ഞെടുത്തിട്ടുണ്ട് തറയിൽ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയില്ല. റെക്കോർഡിക്കല്ലാതെ ഒരുപാട് കടകൾ വളഞ്ഞെടുക്കുന്നുണ്ട് ആ ഏരിയയിൽ, റോഡ് സൈഡിലേക്കൊക്കെ. ഞങ്ങൾ ഇതിനേതായാലും പൊളിച്ചുകൊണ്ടെന്ന് റോഡ് ഇടാൻ പോകും. അതേസമയം ഒഴിഞ്ഞുപോകാൻ നേരത്തെ നോട്ടീസ് ലഭിച്ചതാണെന്നും പകരം സ്ഥലം ലഭിച്ചതായും ചില വ്യാപാരികൾ പറഞ്ഞു. വേറെ സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ ആവശ്യത്തിന് സൗകര്യം മാറ്റാൻ പോകണം. അല്ല, അത് നേരത്തെ നമുക്ക് നോട്ടീസ് തന്നാൽ. നവീകരണത്തിന്റെ ഭാഗമായാണ് നിലവിലെ മാർക്കറ്റ് ഒഴിപ്പിക്കുന്നത്. താൽക്കാലികമായി മറ്റൊരു കെട്ടിടം അനുവദിച്ചെങ്കിലും സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം വ്യാപാരികൾ പ്രതിഷേധം തുടരുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.